മോളെ ഭൂമി ഇന്ന് ഇത്ര ഓടിയത് പോരെ? ഒന്ന് മോളെ ഡിസ്കറേജ് ചെയ്യുന്ന അച്ഛാ. പെൺകുട്ടികൾക്ക് നല്ല സ്റ്റാമിനയും വിൽ പവറും വേണം. ഇക്കാലത്ത് അത് അത്യാവശ്യം. ശരിയല്ലേ? അത് ശരിയാണ്. എത്ര കിലോമീറ്റർ ഓടിയാലും തളരാൻ പാടില്ല. അത് പാടില്ല. ഇതേതെങ്കിലും കഴിച്ചിട്ടോട്. എന്റെ അച്ഛാ, ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കല്ലേ. ഉദാഹരണത്തിന് എന്നെ ഉപദ്രവിച്ചിട്ട് ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമം. അവനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ വണ്ടിയിൽ അച്ഛൻ ഇങ്ങനെ തട്ടുകടയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതില്ല. ഇനി ഈ തട്ടുകടയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ നിന്നാ അവൻ രക്ഷപ്പെടില്ലേ? പിന്നില്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? വളരെ ശരിയാ. അത്ര ശരിയല്ലാന്ന് തോന്നുന്നു. അത്ര ശരിയല്ല. അത് ശരിയാണ്. അത് ശരിയാണല്ലോ. ഈ ജ്യൂസെങ്കിലും ഒന്ന് കഴിച്ചിട്ടോ അച്ഛനെ ഒന്ന് അനുസരിക്കേ. കൊഞ്ചിച്ച് വളർത്തുമ്പോ ഓർക്കണമായിരുന്നു അനുസരണ കെട്ട പെണ്ണിനെയാണ് വളർത്തുന്നതെന്ന്. അത് ശരി. അപ്പൊ വഷളായി ഉറപ്പിച്ചല്ലേ? ശബരിമലയ്ക്ക് 18 വർഷം 18 പടി ചവിട്ടി മോള് വഷളാവണമെന്ന് പ്രാർത്ഥിച്ചാ പോലും ഈ അച്ഛന്റെ മോള് വഷളാവില്ല. ലക്ഷ്മി, ചേരുവകളൊക്കെ കൃത്യമായിരിക്കണേ. ഭൂമി വന്ന് ആദ്യം നോക്കുന്നത് പായസത്തിലായിരിക്കും. മുന്തിരിയുടെ അണ്ടിപ്പരിപ്പിന്റെ എണ്ണത്തിൽ ഒരെണ്ണം കുറഞ്ഞാലും കൂടിയാലും അവള് ബോംബ് പൊട്ടിക്കും. ഇന്നിപ്പോ ദേവി ക്ഷേത്രോത്സവത്തില് നീതിക്കാനുള്ള ഓർഡറാ. എനിക്കറിയാം, അതാ ഞാൻ ഇമ്മ വെട്ടാ നോക്കി നിൽക്കുന്നത്. എന്തായാലും അമ്പിയ ചേച്ചിക്കും അച്ചുവേണ്ണും കിട്ടിയ ലോട്ടറി മോള്. ഒരുപാട് കഷ്ടപ്പാട് വഴിയാ പോയത്. എല്ലാത്തിനും ഒരു അറുതി കണ്ടു തുടങ്ങി. ഭൂമി അച്ചുവേട്ടനും വരാൻ വൈകുമല്ലേ? ഏയ്, അതൊക്കെ ടൈം ടേബിളാ. മോള് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. റൂമൊക്കെ തൂത്തുവാരി കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഒരു ചായ ഇടും. ആദ്യം അച്ഛനെ തട്ടി വിളിക്കും, പിന്നെ എന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും മോളും അംബാസഡറിലൊരു യാത്ര. ആദ്യമായിട്ട് എക്സസൈസ്, ഓട്ടം. അച്ചുവേട്ടൻ തട്ടുകടയായിട്ട് കൂടെ ഉണ്ടാവും. മോൾ എന്ത് പറഞ്ഞാലും എതിർക്കൂല, കൂടെ ഉണ്ടാവും. അവസരം കിട്ടുമ്പോഴൊക്കെ അവൾ അച്ഛനെ ചുണ്ടി പിടിപ്പിക്കും. അതൊക്കെ അച്ചുവേട്ടൻ അങ്ങ് ആസ്വദിക്കും. ഇപ്പോ മോളുടെ ഓട്ടത്തിന്റെ അവസാന റൗണ്ട് കഴിഞ്ഞു കാണും. എന്തെങ്കിലും എടുക്കാം. എന്നാ നമുക്ക് പോവാം. എന്താ നോക്കുകയൊന്നും വേണ്ട, കംപ്ലീറ്റ് ചെക്കപ്പ് കഴിഞ്ഞാ. ബുള്ളറ്റ് ട്രെയിനെ കാട്ടി 38 വർഷം പഴക്കമുള്ള ബുള്ളറ്റിന്. അതെ, പഴയ വീഞ്ഞിനും പഴയ കാറിനും വീര്യം കൂടുമെന്നല്ലേ? ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു കൈ ഒടിഞ്ഞു. ഇനി ഇത് തുറക്കാൻ പറ്റില്ലേ? പുകപരിശോധനയൊക്കെ നടത്തിയതാണോ അച്ഛാ? പിന്നില്ലേ, 2 ദിവസമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നാ വേഗം വിടും, ഡാൻസ് ക്ലാസ്സിലെത്തുള്ളതാ. ചേച്ചി ഇതൊന്ന് നോക്കിയേ. ഒരു 2 മിനിറ്റ് കൂടി കിടക്കട്ടെ. ലക്ഷ്മി, എന്റെ മോള് ഇങ്ങനെ ചായക്കട നടത്തി ജീവിക്കേണ്ടവളൊന്നും ആയിരുന്നില്ല. +2 കഴിഞ്ഞപ്പോ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. മെഡിസിന് പോകാനാണ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ താല്പര്യം. പക്ഷെ ഞങ്ങൾ ടീച്ചർ അവള് പോകില്ലെന്ന് പറഞ്ഞു. അതൊന്നും ആയിരുന്നില്ല കാരണം. ഞങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ കഴിയില്ലെന്നറിയാം. അതിനുള്ള കാശൊക്കെ ഇവിടുന്ന്. എന്തായാലും ഒരു കണക്കിന് ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്തായിരുന്നു അച്ചുവേട്ടൻ്റെ ആക്സിഡന്റ്. സുഖമായി കഴിഞ്ഞ് വീണ്ടും വളയം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ ഭൂമി വിട്ടില്ല. അച്ഛൻ ഡ്രൈവിങ്ങിന് പോയാ അവള് നാട് വിട്ട് കളയുമെന്ന് പറഞ്ഞു. എന്തായാലും മോളുടെ പ്രയത്നം കൊണ്ട് അല്ലല്ലാതെ കഴിയുന്നു. അതെ, ഇപ്പൊ അച്ചുവേട്ടൻ്റെ മോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഡാൻസ് പഠിക്കാൻ വേണ്ടി കാറി പോവായിരിക്കും. ഒന്ന് പതുക്കെ. ഇനി ഡാൻസ് ക്ലാസ്സിന് പോണോ? പോണം. നിർത്തേ, സൗന്ദര്യം കൂട്ടുവെന്നാ. ഞാൻ നടന്നു പോകുമ്പോ 10 പേർക്ക് ക്രഷ് തോന്നട്ടെ. പിന്നെ നൃത്തം ബോഡി ഷേപ്പിനൊക്കെ നല്ലതാ. ഒരു സുന്ദരി പെണ്ണിന് ഡൗറി കുറച്ച് കൊടുത്താൽ മതി. ഞാൻ സ്ത്രീധനം കൊടുക്കില്ലല്ലോ. ധനം കൊടുത്താലേ സ്ത്രീധന നിരോധന നിയമപ്രകാരം അകത്താകില്ലേ? ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ സ്ത്രീധനം തരാതിരിക്കാൻ. അതെ. ഈ CCTV എടുത്ത് എവിടെയെങ്കിലും കുഴിച്ചിടും. ഇപ്പൊ ശരിയാക്കാം. ഇതെടുത്ത് എന്റെ കൂടെ വരരുതെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അല്ല, അത് ഞാൻ പോവാ. പോലെ മോളെ, ഇത് മോളെ ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. ഇതെല്ലാം
ലാസ്റ്റ് വാണിംഗ് ഈ CCTV എന്റെ കണ്ണും കണ്ടുപോരുത്. മോളെ, അവിടെ വന്നേ. ശ്ശെ. എന്താ മോൾ CCTV വന്നിട്ട് പോകുന്നവരല്ലോ? ഇവിടെയൊക്കെ CCTV വെച്ചിട്ടുണ്ട്. അത് ഈ കാറിന്റെ പേരാ CCTV. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കട കാറ്, TV എന്ന് പറഞ്ഞാൽ തള്ളുവണ്ടി. CCTV എന്ന് പറഞ്ഞാൽ ചക്കട കാറ് തള്ളുവണ്ടി, ചക്കട കാറ് തള്ളുവണ്ടി, ചക്കട കാറ് തള്ളുവണ്ടി. നിന്റെ യാത്രയിൽ മറ്റുള്ളവരെ സഹായിപ്പിൻ. എന്തെന്നാൽ അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ടല്ലേ? എന്റെ ബൈബിളിലുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണം. ഈ കാറൊന്ന് തള്ളിയാല് ഓ അതിനെന്താ തള്ളാലോ. വലിയ പേര് വലിയ പേര്. മുത്തശ്ശി റെഡിയായോ? ആവുന്നു. അല്ല, ഒരു ചായ കുടിക്കാൻ സമയം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. മുത്തശ്ശി ഒരു സമയം പറഞ്ഞാൽ അത് അലാറം അടിക്കും പോലെയാ. ഇന്ന് യാത്ര കുടുംബക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് അല്പം ശുണ്ടി കൂടുതലായിരിക്കും. ചേട്ടൻ ധൈര്യമായി ചായ കുടിച്ചോ. മാധവേട്ടാ, എന്തിരിപ്പാ ഇത്? പോയി റെഡിയാവ്. ക്ഷേത്രത്തിലേക്കല്ലേ? ഞാനില്ല. കമ്പനി ഫയലുകൾ കുറച്ച് നോക്കാനുണ്ട്. അതൊക്കെ അമ്മയുടെ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടുന്നില്ല. അമ്മ രാവിലെ മുതൽ പറയാ കൃത്യം 9 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ആ. ഹലോ, ഇതെന്ത് പറ്റി? ആരെയും കാണുന്നില്ലല്ലോ. ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയൊക്കെ മാറ്റിയോ? ഇല്ലമ്മേ. ഓഹോ, എന്നാ പിന്നെ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ലാതായി എന്നർത്ഥം അല്ലേ സംഗീതേ? ഇല്ലമ്മേ, ഈ സൗഭാഗ്യപുരത്ത് അമ്മയുടെ വാക്കല്ലേ അവസാന വാക്ക്. ആണോ? ആ. എന്നാലേ 9 മണിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ. മാധവനും ഭവാനി എവിടെ? ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ഞാൻ ഓ, ഞാൻ വരുന്നില്ല, എനിക്ക് ജോലി തിരക്കാണ് എന്ന് പറയാൻ പോവല്ലേ? എന്റെ മാധവ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജോലി തിരക്കൊക്കെ നിനക്ക് എങ്ങനെ ഉണ്ടായി? നീ എന്റെ മകളെ കല്യാണം കഴിച്ചു. 100 ഏക്കർ റബ്ബർ തോട്ടവും ആ ടയർ ഫാക്ടറിയും ഞാൻ നിങ്ങളെ പേർക്ക് എഴുതി തന്നു. ഇപ്പൊ അതിന്റെ MD ആണ് നീ. ആ, അതുകൊണ്ടുണ്ടായ തിരക്കാണല്ലോ എല്ലാം. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട, നീ വരണ്ട. ഓ, എവിടെ ഭവാനി? എവിടെ? അകത്തുണ്ടമ്മേ. ആ, വിളിക്ക്. ഭവാനി, 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 ഇറങ്ങാറായി. അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്താമ്മേ? നീ എന്താ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ വരുന്നില്ലെന്ന് അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. നീ എന്നോട് പറഞ്ഞതോ? അത് ശരി, ഞാൻ മറന്നുപോയിന്ന്. അപ്പൊ എനിക്ക് മറവി രോഗം ബാധിച്ചു എന്ന്. അല്ല, അതൊന്ന് പരീക്ഷിക്കണമല്ലോ. മറവി രോഗം ഉണ്ടോ നോക്കണമല്ലോ. എന്റെ ഭർത്താവിന്റെ പേര് ശങ്കർദാസ് ആണല്ലോ. എന്റെ പേര് സൗഭാഗ്യദാസ്. ഞങ്ങൾക്ക് 3 മക്കള്. മൂത്തവൻ സത്യദാസ്, ഇവള് രണ്ടാമത്തേവള് സംഗീതാദാസ്, മൂന്നാമത്തേത് നിന്റെ ഭർത്താവ് സാഗർദാസ്. ശരിയാണോ? അതെ. നിങ്ങൾക്ക് 3 പേർക്കും കൂടി സ്വത്തുക്കൾ തുല്യമായിട്ട് ഭാഗിച്ചു തന്നു. പക്ഷേ എന്ന് വേണമെങ്കിലും അതെനിക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശം കൂടി എന്റെ ഭർത്താവ് വിൽപത്രത്തിൽ എഴുതി വെച്ചു. ശരിയല്ലേ? അതെ. ആ, അപ്പോ എനിക്ക് മറവി രോഗമൊന്നുമില്ല. നീ എന്നോട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വരുന്നില്ലമ്മേ. ഞാൻ എന്തിനും ക്ഷേത്രത്തിൽ വരണം? ഒരു ദൈവം എന്നെ തുണച്ചിട്ടില്ല, കുടുംബവും തുണച്ചിട്ടില്ല. മരുമോളെന്ന സ്ഥാനം എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ണൂരിലെ ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആരാ ഇല്ലാതാക്കിയത്? ഞാനും എന്റെ മകളും എങ്ങനെ തെരുവിലായത്? ആ സമയം നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, ആഹാരം തന്നു, അത്രയേ ഉള്ളൂ. എങ്ങനെയാ എന്റെ ഭർത്താവ് മരിച്ചത്? അമ്മയുടെ മകൻ എങ്ങനെ മരിച്ചത്? മരണം വരെ ഓർമ്മയുണ്ടാവും. ഹലോ അമ്മേ. ആ മോനെ, നീ എവിടെ എത്തി? അരമണിക്കൂറിനകത്തുമ്മേ. മുത്തശ്ശി ഇവിടെ ചോദിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ പോവാ. തിരുവാഭരണ ഘോഷയാത്രയുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാരും പങ്കെടുക്കണമെന്ന്. ഞാൻ നേരെ ക്ഷേത്രത്തിലേക്ക് എത്താമേ. ശരി. ശരി, അവിടെ കാണാം. ശരി മോനെ. ഉത്സവത്തിന് എത്തിക്കാനുള്ള നിവേദ്യം എന്റെ ഈശ്വരനെ എന്ത് ചെയ്യും? ആരും വരുന്നില്ലല്ലോ. സ്റ്റോപ്പ്, സ്റ്റോപ്പ്, ഒന്ന് നിർത്തണേ പ്ലീസ്. സ്റ്റോപ്പ്, സ്റ്റോപ്പ്.
ആ റോഡ് വഴി പോയാൽ എവിടെ എത്തും? 2-3 റോഡ് തിരിഞ്ഞ ഇതേ റോഡിന്റെ 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചെന്ന് കയറാം. ഓ, വഴി കൃത്യമായി ഞാൻ ആ വഴിക്കാണ്. വഴി പറഞ്ഞു തന്നാൽ മതി. ഓ, എത്ര പറഞ്ഞാലും വഴി തെറ്റും സാറേ. ബാക്കിൽ കയറിക്കോളൂ. വഴി പറയണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം. എങ്ങോട്ടാ? നരകത്തിലേക്ക്. എന്താ വരുന്നോ? ഓ ഇല്ല, അവിടെ ആയിരിക്കും ബന്ധുക്കളും സാറിന്റെ കൂട്ടുകാരും ഒക്കെ അല്ലേ? എന്തായാലും ഒരു യാത്ര പോകുമ്പോ സ്വർഗം ചൂസ് ചെയ്യായിരുന്നു. അവിടേക്ക് വിസ കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പീഡനം അനുഭവിച്ചാൽ മതി. ഭൂമിയിൽ പീഡനം അനുഭവിക്കുന്നവർക്കാ സ്വർഗരാജ്യം എന്നാ. എങ്കിൽ തന്നെ ഞാൻ പീഡിപ്പിക്കാം. ചക്കത്തിനൊരു ലിഫ്റ്റ് കിട്ടിയെന്ന് പോരാ, വണ്ടിയിൽ ഓവറാക്ട് ചെയ്യുക. ഉണ്ടായിരിക്കണം. ഏത് വഴിയാ? ഏത് വഴിയാ പോകേണ്ടത്? ലെഫ്റ്റ്? എന്താ ചെവി പൊട്ടിയോ? മിണ്ടണ്ടാന്ന് പറഞ്ഞില്ലേ? ഓ, മാറണം. ലെഫ്റ്റ്. ഒന്ന് ചവിട്ടി. താങ്ക്സ്. ഏയ്, ഈ റോഡ് ക്ലോസ്ഡ് ആണല്ലോ. അത് എന്നോട് ചോദിച്ചിട്ടെന്താ? PWDയോട് ചോദിക്കും. യു അതെ, ഇപ്പൊ ലെഫ്റ്റ് തിരിഞ്ഞില്ലേ, അവിടെ ചെന്നിട്ട് തിരിയാതെ പോയാൽ മതി. അച്ചേട്ടനും ഭൂമിമോളത്തിൽ എത്തിയില്ലല്ലോ ചേച്ചി. CCTVയിലല്ലേ പോയിരിക്കണേ. നാട്ടുകാർ സഹായിച്ചാലേ വണ്ടി ഓടുള്ളൂ. പിന്നെ അച്ഛനും മോളും കൂടി തല്ലുകൂടി എത്തണ്ടേ? അങ്ങനെ ഒരു തല്ലൊന്നും കൂടില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് സ്നേഹം തല്ല്. രണ്ടുപേരും കരളും ആ. ചേച്ചിക്ക് നാടകം കളിക്കണം തോന്നിയിട്ടില്ലേ? ഏയ്, തോന്നിയിട്ടൊക്കെ ഉണ്ട്. എന്താ മോക്ക് ഇഷ്ടമല്ല അല്ലേ? ഏയ്, ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത് അവള് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അഭിനയിക്കാൻ പോകുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമാ. പക്ഷെ ഉറക്കം നിൽക്കാൻ സമ്മതിക്കൂല. ഉറക്കം നിൽക്കാതെ നാടകം കളിക്കാൻ പറ്റുമോ? ചേച്ചി കുറെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. 25-ാമത്തെ വയസ്സിൽ അച്ചേട്ടൻ കെട്ടി നിർത്തി. KPSC, കാളിദാസ കലാകേന്ദ്രം, പൂഞ്ഞാർ നവധാര ഇവിടൊക്കെ കളിച്ചതാ. അവസാനത്തെ 5 വർഷം നിലയിലായിരുന്നു. അതിനകത്ത് നാടകത്തിലാ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതൊക്കെ ഒരു കാലം. ലക്ഷ്മി, 100 നാടകം കളിച്ചാലും 101-ാമത്തെ കളിക്കാൻ കയറുമ്പോ ആദ്യത്തെ ബെല്ലങ്ങ് കേൾക്കുമ്പോ അടിവയറ്റിന് ഒരു കത്തല. പ്രിയ സദസ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാടകം സവിനയം സമാരംഭിക്കുന്നു. ആൾത്തി ഇങ്ങ് കേറി പോരെ നീ. അച്ഛനെന്തേ? ഗിന്നസ് റെക്കോർഡുകാർ വന്നിട്ടുണ്ട്, അവരോട് സംസാരിക്കാം. സത്യം? നമ്മുടെ CCTVക്ക് ലോക റെക്കോർഡ്. ഒരു ദിവസം തന്നെ 10-20 പ്രാവശ്യം പണി മുടക്കാൻ കഴിയുന്നു എന്നതിന് ഒരു അടി വെച്ച് തന്നാലുണ്ടല്ലോ. അതെ, ആളെത്തിയല്ലോ. വണ്ടിയുടെ അച്ചേട്ടാ? നമ്മുടെ വണ്ടിയിലാ വന്നത്. സത്യമായിട്ടും നമ്മുടെ വണ്ടിയിലാ വന്നത്. ആരെ തള്ളി തന്നെ? അത് പിന്നെ ഈ ടൂറിസ്റ്റുകൾ. ഓക്കെ, അതെ, ഞാൻ ഡ്രസ് മാറിയിട്ട് അതെ, ഇന്നലെ നമ്മളെ രാത്രി അമ്പലത്തില് ഉത്സവം കാണാൻ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അമ്മേ, ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കിയേ. എനിക്കറിയാം, എന്നെ നാണം കെടുത്താനല്ലേ. അതൊന്നും അല്ലടി, ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ 3 പേരും ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോകുന്നു. ഇത്തവണ ഉത്സവത്തിന് നല്ല അന്തരീക്ഷം. കഴിഞ്ഞ വർഷം മഴയോട് മഴയായിരുന്നു. വിഘ്നങ്ങളൊക്കെ മാറുക അമ്മേ. അല്ല, അജയ് എത്തിയ മോളെ? എത്തിക്കാണുമായിരിക്കും. എന്താ ഭൂമി? ക്ഷേത്രപൂജയ്ക്കുള്ള പായസവും പലഹാരവും കൊണ്ടുവന്നതാ. വേഗം ചെല്ല്, അവരിതേ അവിടെ നിന്നെയും കാത്ത് നിൽപ്പുണ്ട്. ശരി. മുത്തശ്ശി, ഞാനിപ്പോ ഭഗവതിയോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ദേവി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ വന്ന് നിൽക്കുന്നു. ക്ഷേത്രപൂജയ്ക്കുള്ള പായസവും പലഹാരവും കൊണ്ടുവന്നതാ. മോളുടെ പേരെന്താ? ഭൂമിജ. ഭൂമിജ. ഭൂമിജ എന്ന് വെച്ചാ ഭൂമിയുടെ മകളെന്നല്ലേ? ഭൂമിയോടും ക്ഷമയുണ്ടോ? പേരില് മാത്രമേ ഉള്ളൂ. വീട്ടിൽ അച്ഛനോടും അമ്മയോടും ക്ഷമയുണ്ടോ? അച്ഛനോടില്ല. അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം.
അപ്പൊ ആള് കുറുമ്പിയാണല്ലേ? ഏയ് കുറുമ്പൊന്നുമല്ല. ആ, അത് കണ്ടാൽ അറിയാം. ഞാൻ പോട്ടെ. അമ്മേ, അല്ല മോളെ, എന്ത് നല്ല കുട്ടിയാ. ഞാൻ നേരത്തെ ഈ മോളെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എനിക്കും അങ്ങനെ തോന്നിയമ്മേ. തിരുവാഭരണം കൊള്ള ചെയ്യാനാണ് നേതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭഗവതി, ഇതൊരു കുസൃതിയായിട്ട് കണ്ടാൽ മതി. എൻ്റെ ഡിപ്പാർട്ട്മെന്റിനോടുള്ള പ്രതിഷേധമാണ്. 28ാമത്തെ ട്രാൻസ്ഫറാണ്. അത് 100 എനിക്ക് വിഷയമൊന്നുമില്ല. ഒന്ന് രണ്ട് മൂന്ന് ഇവളോ? ഇവനോ? ഇറങ്ങി വാ എല്ലാവരും. ഇവിടെ ആ നീതിമാൻ ആരെയാ കൊന്നത്? എന്റെ ഭർത്താവിനെ. നിനക്കിനി ആരെയാ കൊല്ലേണ്ടത്? എന്നെയാണോ? വളരെ ഹൈലൈറ്റ്. ആ 2 കുട്ടികളും ഒരേ ടൈപ്പ് മാല അണിഞ്ഞിരുന്നു. ദേ, ഇതേ ഡിസൈൻ.